നമ്മുടെ രാജ്യസഭയിലെ നായകൻ നമസ്കാരം. നമ്മൾ അതിഥിയെ സ്വീകരിക്കാൻ എങ്ങനെ ഉഷാറല്ലേ? ഗംഭീരല്ലേ? ഇത്തവണ എന്താണ് പുതിയ സ്ട്രാറ്റജികൾ പാലക്കാട്ടെ അവസാന ദിവസങ്ങളിൽ വെളിപ്പെടുത്താവോ? സ്ട്രാറ്റജി പ്രത്യേകിച്ചൊന്നുമില്ല, ഒരൊറ്റ സ്ട്രാറ്റജിയേ ഉള്ളൂ. ഇവിടെ നല്ല 1.5 വർഷം ഞങ്ങൾ പാലക്കാടിന് വാഗ്ദാനം ചെയ്യുന്നത് ഏറ്റവും ഗംഭീരമായ ഭരണത്തിൻ്റെ പിൻബലമുള്ള ഒരു വികസനമാണ്. വളരെ ഊർജ്ജസ്വലനായ, വളരെ ശക്തമായ നല്ല കാഴ്ചപ്പാടുള്ള, ലോകവിവരമുള്ള, പരിജ്ഞാനമുള്ള ഒരാൾ ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അയാളെ കൊണ്ട് പരമാവധി 1 വർഷം കൊണ്ട് 1.5 വർഷം കൊണ്ട് ഞങ്ങളൊരു കാലയളവ് 7 വർഷം നിങ്ങൾ പരീക്ഷിച്ചല്ലോ, ഒരു മാറ്റം 1.5 വർഷത്തേക്ക് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജി. വികസനമാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ മേന്മയാണ്. പിന്നെ ഏറ്റവും ഒടുവിൽ വന്നപ്പോഴേക്കും ഞങ്ങൾ വളരെ ഗൗരവത്തിൽ പറയുന്ന, ജനങ്ങളോട് സംസാരിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, തിരഞ്ഞെടുപ്പ് വരും പോകും, നിങ്ങൾ പോകും, നമ്മൾ പോകും. പാലക്കാട് പിന്നെ ഇവിടുത്തെ ജനങ്ങളുടെ ബാക്കിയുണ്ട്. 24-ാം തീയതി 23-ന് റിസൾട്ട് വരുമ്പോൾ ഇവിടെ ആഹ്ലാദ പ്രകടനം കോൺഗ്രസ് നടത്തേണ്ടി വന്നാൽ അതോടൊപ്പം SDP-യുടെ കൊടികൾ പാറിപ്പറക്കരുത്. അങ്ങനെ ഒരു പിക്ചർ ഇവിടെ ഉണ്ടാകരുത്. അപ്പോൾ കോൺഗ്രസ് ഏറ്റവും ഒടുവിൽ പരാജയ ഭീതിയിൽ കോൺഗ്രസ് എടുക്കുന്ന അപകടകരമായൊരു രാഷ്ട്രീയ കളിയുണ്ട്. പിന്നെ വേണ്ട ഒരു രാഷ്ട്രീയ കളിയുണ്ട്. അത് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ തുറന്നാണ്. അത് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും അതൊരു ഡിബേറ്റബിൾ സബ്ജക്റ്റായി മാറണമെന്നുള്ളതാണ്. ആരാധനാലയങ്ങളെ തിരഞ്ഞെടുപ്പ് പ്രചരണ കേന്ദ്രങ്ങളാക്കി SDP-യെ ഉപയോഗിച്ച് പാലക്കാട് നഗരത്തിൽ വളരെ വ്യാപകമായി പരസ്യമായി കോൺഗ്രസ് പ്രചരണം നടത്തുകയാണ്. അപ്പോൾ ഇത് എത്രമാത്രം അപകടമാണ് തിരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും UDF-ന് ഇപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കോൺഗ്രസിനകത്ത് കടുത്ത തമ്മിലടിയാണ് അവിടെ മുതൽ ഇവിടം വരെ. പക്ഷേ നമുക്ക് ഓർമ്മ വരുന്നത് പണ്ട് തമ്മിലടിയുടെ ഒരു ആഴമെന്ന് പറഞ്ഞാൽ എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ കോൺഗ്രസ്സിന് ഉറപ്പുള്ള വോട്ടെന്ന് പറയുന്നത് 3 സെഗ്മെൻറ്റുകളിലെ വോട്ടാണ്. കോൺഗ്രസ്സിന് ഉറപ്പിക്കാവുന്ന വോട്ട് ഒന്ന് പറയുന്നത് SDP-യുടെ വോട്ടുകൾ, ഒന്നും കോൺഗ്രസ്സിനല്ലാതെ പുറത്തു പോവില്ല. മുസ്ലിം ലീഗിൻ്റെ വോട്ടുകൾ, മുസ്ലിം ലീഗ് കോൺഗ്രസ് ഇവിടെ വളരെ പ്രബലമാണ് എന്ന് ഞാൻ സമ്മതിക്കാം. മുസ്ലിം ലീഗിൻ്റെ വോട്ടുകൾ, ലീഗിൻ്റെ കേഡർ വോട്ടുകൾ. മൂന്നാമത്തെ വോട്ടെന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് പ്ലസ് കൂട്ടിച്ചേർക്കാവുന്നത് ഇവിടുത്തെ ശ്രീ VD സതീശൻ, ഷാഫി പറമ്പിൽ ടീമുകളുടെ വോട്ട് എന്നെങ്കിൽ അവരെ അനുകൂലിക്കുന്ന കോൺഗ്രസ് വിഭാഗത്തിൻ്റെ വോട്ട്. ബാക്കിയുള്ള കോൺഗ്രസ് വിഭാഗം ഉണ്ടല്ലോ, കരുണാകരപക്ഷം എന്ന് പറയാവുന്ന കോൺഗ്രസ് വോട്ടുകളുണ്ട്. അതോടൊപ്പം ഒട്ടേറെ വിഭാഗങ്ങളുണ്ടല്ലോ, ശ്രീ ചാണ്ടി ഉമ്മൻ വിഭാഗം, നിഷ്പക്ഷ കോൺഗ്രസ്, മറ്റിതര കോൺഗ്രസ് വിഭാഗങ്ങളുടെ ഒന്നും വോട്ടുകൾ, ഇപ്പോൾ DCC പ്രസിഡന്റ് അനുകൂലിക്കുന്നവരുടെ വോട്ടുകൾ, AV ഗോപിനാഥിനെ അനുകൂലിക്കുന്നവർ, ഇതൊന്നും കോൺഗ്രസിന് ഉറപ്പുള്ള വോട്ടല്ല. അപ്പോൾ SDP ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു പ്രഖ്യാപിത സഖ്യകക്ഷിയായി SDP മാറിക്കഴിഞ്ഞു. മുസ്ലിം ലീഗിനെ ഞാൻ ബ്ലെയിം ചെയ്യുന്നില്ല, അത് അവരുടെ ഭാഗമാണ്. അപ്പോൾ ആ SDP ഇവിടെ ആഹ്ലാദ പ്രകടനങ്ങളിൽ അഭിരമിക്കാൻ പാടില്ല. ഇത് ജനങ്ങൾ കാണണം. UDF ജയിക്കാൻ പാടില്ല. UDF ജയിച്ചാൽ അത് SDP-യുടെ കൂടി വിജയമായി വരികയാണ്. അത് തെരഞ്ഞെടുപ്പിന് ശേഷം പാലക്കാട്ടെ സാമൂഹികാന്തരീക്ഷത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് അതീവ ഗുരുതരമായ പ്രത്യാഘാതമാണ്. ഇത് ഞങ്ങൾ ജനങ്ങളോട് വളരെ വ്യാപകമായി പറയുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ അഭിമാനത്തോടെ ഞങ്ങൾ ആദ്യമേ പറഞ്ഞു, അങ്ങനെ SDP-യെ അങ്ങനെ ഒരു വോട്ട്, തീവ്ര വർഗീയ നിലപാടുകളുടെ വോട്ട് നമുക്ക് സ്വീകരിക്കാൻ പാടില്ല. അല്ല റഹീം, ഇതിനകത്തെ വളരെ ശ്രദ്ധയോടുകൂടി CPM ഈ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് SDP-ഐ ബന്ധമാണ്, ജമാഅത്ത് ബന്ധമാണ്. പാലക്കാട് മണ്ഡലത്തിൽ 25% വോട്ടുണ്ട്, മുസ്ലിം വോട്ടുണ്ട്. നിങ്ങൾക്ക് സ്വാഭാവികമായും ലഭിക്കേണ്ട ഒരു പെർസെൻറ്റേജ് ഉണ്ട് ആ വോട്ടിൽ. അതെ, അത് ഇപ്രാവശ്യം കിട്ടാനുള്ള സാധ്യതയില്ല. അതിൻ്റെ കാരണം BJP ഇവിടെ വിജയിച്ചു വരുമെന്നുള്ളൊരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഒരു മുസ്ലിം വോട്ട് എൻ ബ്ലോക്ക് ആയിട്ട് കോൺഗ്രസിലേക്ക് പോകാം, അവർക്കാണ് വിജയസാധ്യത എന്നുള്ളത് കൊണ്ട്. അപ്പം നിങ്ങൾ അതിനുള്ളിലെ മതേതര വോട്ടുകൾ ലഭിക്കുന്നതിനായി ഈ പറയുന്ന SDP-ഐ ബന്ധം ഉപയോഗിച്ച് ആ വിഭാഗത്തെ സ്പ്ലിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെയല്ല, സ്പ്ലിറ്റ് ചെയ്യാനല്ല. തീർച്ചയായിട്ടും ഇവിടെ UDF കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുള്ള UDF ജയിച്ചുകൊണ്ടിരിക്കുന്നത് ഒരൊറ്റ മന്ത്രമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ 2 മന്ത്രമാണ്. ഒരു മന്ത്രം എന്ന് പറയുന്നത് BJP പേടിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അതിനൊപ്പം UDF ഉപയോഗിച്ച രണ്ടാമത്തെ മന്ത്രം കാലുമാറ്റക്കാരന് വോട്ടെടുക്കരുത് എന്നുള്ളതാണ്. അത് ഇന്നലത്തോടുകൂടി അവസാനിച്ചു. സന്ദീപ് വാര്യരെ അടുത്തിരുത്തി കാലുമാറ്റത്തിന് കഥ പറയാൻ പറ്റില്ലല്ലോ, അത് അവസാനിച്ചു. BJP പേടിയുടെ കാര്യത്തിൽ എനിക്ക് വളരെ ലളിതമായൊരു ചോദ്യം ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ, BJP അങ്ങനെ ഇവിടെ ഒരു ഫാക്ടറാണോ? BJP ജയിക്കുമെന്നൊരു പേടി UDF-നുണ്ടോ?
ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ ബൈ ഇലക്ഷൻ ഉണ്ടാക്കിയേ? അതിനെനിക്ക് മറുപടി പറയണ്ടേ? കണക്കുകൾ വെച്ച് പറയുകയാണ് കോൺഗ്രസ്, BJP ഇതാ ജയിക്കും. ശരി, അങ്ങനെ BJP റിയലി നിങ്ങൾക്ക് പേടിയുണ്ടോ സാറേ? ഉണ്ടെങ്കിൽ പിന്നെ ഇതിന് ബൈ ഇലക്ഷൻ ഉണ്ടാക്കി. വടകരയിൽ വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ലേ? K മുരളീധരൻ അവിടെ ഇല്ലേ? ഇല്ലെങ്കിൽ പിന്നെ ഉള്ളത് എന്താ? അപ്പുറത്ത് ഇനി അവർ പറയുന്നതാണ്, അതല്ല, വടകരയിലൊരു ഞങ്ങളുടെ കൂട്ടത്തിലൊരു മുസ്ലിം കേഡറ്റിനെ പരീക്ഷിക്കണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഷാഫി പറമ്പില്ലെങ്കിൽ T സിദ്ദീഖ് ഉണ്ടല്ലോ. സപ്പോസ് വടകരയിൽ T സിദ്ദീഖ് ജയിച്ചു വന്നിരിക്കട്ടെ, വയനാട്ടിൽ ബൈ ഇലക്ഷൻ വന്നു വന്നിരിക്കട്ടെ, ചേലക്കര പോലെ തന്നെ വയനാട്ടിൽ BJP ഒരു ഫാക്ടർ അല്ലല്ലോ, ചേലക്കര പോലെ തന്നെ അവിടെ ഫാക്ടർ അല്ല. അപ്പോൾ BJP ഭയമെന്ന് നിങ്ങൾ സെൽ ഔട്ട് ചെയ്യുമ്പോൾ അത് റിയൽ ആണെങ്കിൽ എന്തിനു ബൈ ഇലക്ഷൻ ഉണ്ടാക്കി എന്നതിന് അവർ യുക്തിസഹമായൊരു വിശദീകരണം തരണം. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ജനവിഭാഗങ്ങൾക്കിടയിൽ ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ, മുസ്ലിം മതവിഭാഗങ്ങളിലെ സെക്കുലർ UDF കോൺഗ്രസ് മുസ്ലിം ജനവിഭാഗത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക. എല്ലാവരും SDP തണലിലാണെന്നൊരു തോന്നലിലാണ് കോൺഗ്രസിനെ നയിക്കുന്നത്. അത് തെറ്റാണെന്ന് അവർക്ക് ബോധ്യപ്പെടും. എന്തുകൊണ്ടെന്നാൽ ഇവിടെ കുറേ കാലമായിട്ട് SDP ഉണ്ടാക്കുന്ന ഒരു അൺട്രസ്റ്റ് ഉണ്ട്. അപ്പുറത്തെ വശത്ത് RSS. അത് ഇവിടുത്തെ നമ്മുടെ അൺട്രസ്റ്റ് എന്ന് മാത്രമല്ലല്ലോ, ഇപ്പോൾ 2 കൊലപാതകങ്ങൾ നടന്നു, അതിൽ പ്രതിപട്ടികയിൽ നിൽക്കുന്നത് SDP-ക്കാരാണ് എന്നുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു സംഘടനയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ VD സതീശനോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ, ഞങ്ങൾ ഇന്ന് ഈ യാത്രയിൽ കണ്ടുമുട്ടിയ നേതാക്കളോട്, സ്ഥാനാർത്ഥിയോട് അടക്കം ചോദിക്കുമ്പോൾ വർഗീയതയുടെ വോട്ട് വേണ്ട, വർഗീയവാദികളുടെ വർഗീയ ആശയങ്ങളുടെ വോട്ട് വേണ്ട, പക്ഷേ അപ്പോഴും ഞാൻ ആവർത്തി ചോദിക്കുമ്പോൾ സ്ഥാനാർത്ഥിക്ക് SDP വോട്ട് വേണ്ട എന്ന് പറയാൻ പറ്റുന്നില്ല. അല്ല, അത് വേണമെന്ന് തന്നെ അവർ പറയാണ്. വേണ്ടെന്നല്ല, വേണമെന്ന് തന്നെ പറയുകയാണ്. വളരെ പരസ്യമായിട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അൺട്രസ്റ്റ് ഞാൻ പറഞ്ഞത് സുജയെ സൂചിപ്പിച്ച 2 കാര്യങ്ങൾ തന്നെയാണ്. ഇത് യഥാർത്ഥത്തിൽ SDP എന്നാണ് ഉണ്ടായത്. ഇവിടുത്തെ മുസ്ലിം ജനസമൂഹം എന്ന് പറയുന്നത് വളരെ നേരത്തെ ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന വ്യാപാരികൾ, പാലക്കാട് നഗരത്തിൽ അങ്ങനെയൊക്കെ നിൽക്കുന്ന വലിയൊരു സമൂഹമുണ്ട്. എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരുണ്ട്, മുസ്ലിമുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മൈൻഡ് സെറ്റ് എന്താണ്? ഈ SDP ആണ്. SDP-യും RSS തമ്മിലുള്ള ഈ ഫൈറ്റ് അവരെ എല്ലാം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, ഇരു മതവിഭാഗങ്ങളിലും പെട്ട ആളുകളെ. ഇപ്പോൾ ഇരുകൂട്ടരെയും, ഹിന്ദുക്കളെല്ലാം RSSൻ്റെ പിറകിലാണോ? ഞാൻ കരുതുന്നില്ല അങ്ങനെ. മുസ്ലിങ്ങളെല്ലാം ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെ പിറകിലാണോ? അല്ല. പക്ഷേ അത് ഒരു മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന പാർട്ടിയായ കോൺഗ്രസ് റിയലൈസ് ചെയ്യണ്ടേ, അങ്ങനെ ഒരു നിലപാടെടുക്കണ്ടേ? SDP-യെ നിങ്ങൾ ഉള്ളതിലും വലുതായി അവതരിപ്പിക്കുന്നുണ്ടോ എന്നൊരു സംശയം. SDP എന്ന് ആവർത്തിച്ച് പറയുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇപ്പോൾ CPM ആയാലും BJP ആയാലും ഒരേപോലെ SDP കോൺഗ്രസ് ബന്ധം, UDF ബന്ധം എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങൾ 2 പേരുടെയും ആരോപണം ഒന്നാവുന്നത് എന്തുകൊണ്ടാണ്? അതിപ്പോൾ 2 പേരും ഒരുപോലെ, UDF-ഉം കോൺഗ്രസും ഒരുപോലെ തന്നെ സരിൻ അവസരവാദിയാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ 2 പേരുടെയും ആരോപണം ഒരുപോലെ ആവുന്നു എന്ന വാദത്തിന് അർത്ഥമുണ്ടോ? ഞങ്ങൾ SDP-യെ പെരുപ്പിച്ച് കാണുന്നില്ലാന്നേ, അതാ ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ അവസാനിപ്പിച്ചെടുത്തുന്നത് ദയവായി സ്മൃതി മനസ്സിലാക്കണം.